സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നും മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഭൂമി. ലോകം എന്ന് നാം വിവക്ഷിക്കുന്നതും ലാറ്റിൻ ഭാഷയിൽ ടെറ എന്ന് അറിയപ്പെടുന്നതും ഭൂമിയെ ആണ്. ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനമാണ് ഭൂമിക്ക്. കൂടാതെ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹവും ആണിത്. 71% വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രഹം ആയതിനാൽ ഗഗനഗഹനതകളിൽ നിന്ന് കാണുമ്പോൾ ഭൂമിയുടെ നിറം നീലയായി കാണപ്പെടുന്നതുകൊണ്ട് ഇതിനെ നീലഗ്രഹം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത്. ഭൂമിയുടെ പ്രായം 454 കോടി വർഷം ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ജീവൻ ഉള്ളതായി അറിയുന്ന ഏകയിടം ഭൂമി മാത്രം ആണ്. മനുഷ്യൻ ഉൾപ്പെടെ അനേകായിരം ജീവിവർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപരിതലത്തിൽ ജീവൻ പ്രത്യക്ഷമായത് കഴിഞ്ഞ 100 കോടി വർഷങ്ങൾക്കുള്ളിലാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ജീവൻ രൂപപ്പെട്ടതു മുതൽ ഭൂമിയിലെ ജൈവമണ്ഡലം ഭൗമാന്തരീക്ഷത്തിലും ഇവിടെ അജൈവ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണം ആയിട്ടുണ്ട്. എയറോബിക് ജീവികളുടെ പെട്ടെന്നുള്ള വർധനയും ഓസോൺ പാളിയുടെ രൂപപ്പെടലും ഇതിൽപ്പെടുന്നു. ഈ ഓസോൺ പാളിയും ഭൂമിയുടെ കാന്തമണ്ഡലവും ചേർന്ന് പുറത്തുനിന്നും വരുന്ന ഹാനികരമായ കിരണങ്ങളെ തടയുകയും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഭൗതിക ഗുണങ്ങളും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രവും സൂര്യനു ചുറ്റുമുള്ള പരിക്രമണവും ഇക്കാലം വരെയുള്ള ജീവന്റെ നിലനിൽപ്പിനെ സഹായിച്ചു. അടുത്ത 150 കോടി വർഷത്തേക്ക് കൂടി ഭൂമിയിൽ ജീവന് സ്വാഭാവികമായ നിലനിൽപ്പ് സാധ്യമാണെന്ന് ശാസ്ത്രലോകം കരുതുന്നു. സൂര്യൻ്റെ വർദ്ധിച്ചു വരുന്ന തിളക്കം അന്ന് ജൈവമണ്ഡലത്തെ നശിപ്പിക്കും എന്നറിയുന്നതിനാൽ ഈ കാലയളവിനു ശേഷം ഭൂമിയിൽ ജീവൻ അവസാനിക്കും എന്ന് കരുതുന്നു. ഗ്രഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തയ്യാറാക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടെടുത്തതിൽ ഏറ്റവും പഴക്കമേറിയ സൗരയൂഥ പദാർത്ഥം 456 കോടി വർഷം പഴക്കം രേഖപ്പെടുത്തുന്നതാണ്. സൂര്യൻ രൂപീകരിക്കപ്പെട്ടതിനു ശേഷം അതിനു ചുറ്റുമായി ഡിസ്ക് രൂപത്തിൽ നിലനിന്നിരുന്ന സൗര നെബുലയിൽ നിന്നാണ് ഏതാണ്ട് 454 കോടി വർഷം മുമ്പ് ഗ്രഹങ്ങൾ രൂപം കൊണ്ടത്. പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ള ഭൂമിയുടെ രൂപീകരണത്തിൻ്റെ നല്ല ഭാഗവും 1-2 കോടി വർഷങ്ങൾ കൊണ്ട് പൂർത്തിയായി. തുടക്കത്തിൽ ദ്രാവകാവസ്ഥയിൽ ഉണ്ടായിരുന്ന പുറംപാളി തണുക്കുകയും ഖരാവസ്ഥയിലുള്ള പുറംതോട് രൂപപ്പെടുകയും ചെയ്തു. കൂടെ ജലം ഒരുമിച്ച് ചേരലും സംഭവിച്ചു. അതിനു തൊട്ടുശേഷം ഏതാണ്ട് 453 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രൻ രൂപപ്പെട്ടത്. ചന്ദ്രൻ രൂപപ്പെട്ടതിനെക്കുറിച്ച് നിലവിൽ സമവായത്തിലുള്ളത് ഒരു വലിയ കൂട്ടിയിടി പരികൽപ്പനയാണ്. ചൊവ്വയുടെ വലിപ്പത്തിന് സമാനമായതും ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ 10% വരുന്നതുമായ ഒരു വസ്തു ഭൂമിയുമായി കൂട്ടിയിടിച്ചു എന്നാണ് ഈ പരികൽപ്പനയിൽ കരുതപ്പെടുന്നത്. കൂട്ടിയിടിയിൽ ആ വസ്തുവിൻ്റെ കുറച്ചു ഭാഗം ഭൂമിയോട് ചേർന്നിട്ടുണ്ടാകുമെന്നും മറ്റൊരു ഭാഗം ബഹിരാകാശത്തേക്ക് തെറിക്കുകയും അതുവഴി ചന്ദ്രൻ രൂപപ്പെട്ടു എന്നുമാണ് ഇതിൽ കരുതപ്പെടുന്നത്. പുറത്തുവന്ന വാതകങ്ങളും അഗ്നിപർവ്വതത്തിൻ്റെ പ്രവർത്തന ഫലവുമായാണ് ആദ്യകാല അന്തരീക്ഷം രൂപം കൊണ്ടത്. ക്ഷുദ്രഗ്രഹങ്ങൾ, വലിയ പ്രാഗ്ഗ്രഹങ്ങൾ, ഉൽക്കകൾ തുടങ്ങിയ നിക്ഷേപിച്ച ഹിമങ്ങളും ദ്രവങ്ങളും കൂടെ ഘനീഭവിച്ച നീരാവിയും ചേർന്ന് സമുദ്രങ്ങൾ രൂപം കൊണ്ടു. ആ സമയം രൂപം കൊണ്ട് അല്പം മാത്രം പ്രായമുണ്ടായിരുന്ന സൂര്യന് ഇന്നുള്ളതിൻ്റെ 70% തിളക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആദ്യകാലത്തെ സമുദ്രങ്ങൾ ദ്രാവകാവസ്ഥയിൽ തന്നെ ആയിരുന്നു നിലകൊണ്ടിരുന്നത് എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രായം കുറഞ്ഞ സൂര്യൻ്റെ തിളക്കമില്ലായ്മ പ്രശ്നം എന്നറിയപ്പെടുന്നു. ഭൂമിയിൽ നിലനിന്നിരുന്ന ഹരിതഗ്രഹ പ്രഭാവവും ഉയർന്ന അളവിലുള്ള സൗരയൂഥ പ്രവർത്തനങ്ങളും ചേർന്ന് ഉപരിതലത്തിൽ സമുദ്രങ്ങളിലെ ജലം തണുത്തുറഞ്ഞു പോകുന്നതിൽ നിന്നും തടയുകയായിരുന്നു. ഭൂഖണ്ഡങ്ങൾ രൂപപ്പെട്ടതിനെ സംബന്ധിച്ച് പണ്ട് പരികൽപ്പനകൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. നിലവിലെ അവസ്ഥയിലേക്കെത്തുന്ന സാവധാനത്തിലുള്ള രൂപപ്പെടലാണ് അതിൽ ഒന്ന്. മറ്റൊന്ന് ആദ്യകാലത്ത് സംഭവിച്ച വേഗത്തിലുള്ള മാറ്റം എന്നതാണ്. രണ്ടാമത്തെ പരികൽപ്പനയ്ക്കാണ് സാധ്യത കൂടുതലെന്ന് നിലവിലെ ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഭൂഖണ്ഡങ്ങളുടെ ഭൂവൽക്ക രൂപീകരണം ആദ്യകാലത്ത് വേഗത്തിൽ സംഭവിക്കുകയും ദീർഘകാലം കൊണ്ട് ഭൂഖണ്ഡ മേഖലകൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേരുകയും ആയിരുന്നു. കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും വർഷങ്ങൾക്കിടയിൽ ഉപരിതല ഭൂഖണ്ഡങ്ങൾ കൂടിച്ചേരുകയും അടർന്നുമാറുകയും ചെയ്തുകൊണ്ട് തുടർച്ചയായ മാറ്റങ്ങൾക്ക് വിധേയം ആയിട്ടുണ്ട്. ഉപരിതലത്തിലൂടെ ഭൂഖണ്ഡങ്ങൾക്ക് സ്ഥാനചലനം സംഭവിക്കുകയും ചിലപ്പോൾ കൂടിച്ചേർന്ന് സൂപ്പർ ഭൂഖണ്ഡങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. ഏതാണ്ട് 75 കോടി വർഷങ്ങൾക്ക് മുൻപ് നിലവിൽ ഉണ്ടായിരുന്നതും അറിയപ്പെടുന്നതിൽ ആദ്യത്തെ സൂപ്പർ ഭൂഖണ്ഡവുമായിരുന്ന റൊഡീനിയ വ്യത്യസ്ത ഭാഗങ്ങളായി അടർന്നുമാറുക ഉണ്ടായി. പിന്നീട് ഭൂഖണ്ഡങ്ങൾ ഒന്നിച്ചു ചേരുകയും 60 മുതൽ 54 കോടി വർഷങ്ങൾക്ക് മുൻപ് പനോഷ്യ എന്ന സൂപ്പർ ഭൂഖണ്ഡം രൂപം കൊള്ളുകയും ഉണ്ടായി. ഇങ്ങനെ
അവസാനം രൂപം കൊണ്ട സൂപ്പർ ഭൂഖണ്ഡമാണ് പാൻജിയ. ഇത് 18 കോടി വർഷങ്ങൾക്ക് മുൻപ് വേർപെടുകയുണ്ടായി. ക്രിസ്തുവിന് 340 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അരിസ്റ്റോട്ടിൽ എന്ന ഗ്രീക്ക് ചിന്തകൻ തൻ്റെ ഓൺ ദ ഹെവൻസ് എന്ന പുസ്തകത്തിൽ ഭൂമി ഒരു ഉരുണ്ട ഗോളം ആണെന്നതിന് 2 വാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതുവരെ ഭൂമി പരന്നാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ചന്ദ്രനിൽ പതിക്കുന്ന ഭൂമിയുടെ നിഴലാണ് ചന്ദ്രഗ്രഹണത്തിന് കാരണം എന്നും ഇത് എല്ലായ്പ്പോഴും ഗോളാകൃതിയിൽ തന്നെ ആയിരിക്കും എന്നതായിരുന്നു ആദ്യവാദം. മറ്റൊന്ന്, ധ്രുവനക്ഷത്രങ്ങളെക്കുറിച്ച് സമുദ്രയാത്രികർ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നായിരുന്നു. ദക്ഷിണ ഗ്രീസിൽ നിന്ന് നോക്കുമ്പോൾ ധ്രുവനക്ഷത്രം അന്തരീക്ഷത്തിൽ താണും ഉത്തരധ്രുവത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉയർന്നും കാണപ്പെടുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന നിഗമനത്തിൽ അദ്ദേഹത്തെ എത്തിച്ചു. തീരത്തോടടുക്കുന്ന കപ്പലിൻ്റെ പായ് ആദ്യം മാത്രമേ കാണുന്നുള്ളൂ, തീരത്തോടടുക്കും തോറുമേ ബാക്കി ഭാഗങ്ങൾ കാണപ്പെടുന്നുള്ളൂ എന്നതും അദ്ദേഹം മേൽപ്പറഞ്ഞ വാദത്തെ സാധൂകരിക്കാൻ സാധിച്ചിരുന്നു. ഭൂമിയുടെ ഉപരിതലം ഏതാനും ഉറച്ച ഖണ്ഡങ്ങളായി അഥവാ ടെക്ടോണിക് ഫലകങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇവ ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് ഉപരിതലത്തിൽ കൂടെ പതുക്കെ അവയുടെ സ്ഥാനം മാറുന്നു. ഉപരിതലത്തിൻ്റെ 71% ഉപ്പുജലത്താൽ നിറഞ്ഞ സമുദ്രങ്ങൾ ആണ്. ഉപരിതലത്തിൻ്റെ ബാക്കി ഭാഗം ഭൂഖണ്ഡങ്ങളും ദ്വീപുകളും. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏകയിടം ഭൂമി മാത്രമാണ്. മനുഷ്യനുൾപ്പെടെ അനേകായിരം ജീവിവർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപരിതലത്തിൽ ജീവൻ പ്രത്യക്ഷമായത് കഴിഞ്ഞ 100 കോടി വർഷങ്ങൾക്കുള്ളിൽ ആണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ജീവൻ രൂപപ്പെട്ടതു മുതൽ ഭൂമിയിലെ ജൈവമണ്ഡലം ഭൗമാന്തരീക്ഷത്തിലും ഇവിടുത്തെ അജൈവ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണം ആയിട്ടുണ്ട്. എയറോബിക് ജീവികളുടെ പെട്ടെന്നുള്ള വർധനയും ഓസോൺ പാളിയുടെ രൂപപ്പെടലും ഇതിൽപ്പെടുന്നു.